അപ്പോൾ സാമി ശരണം മച്ചാന്മാരെ. അപ്പോൾ ഇന്ന് നമ്മൾ മകരവിളക്ക് ആയിട്ട് നമ്മളിന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ 3 വണ്ടി അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൽ ഒരു വണ്ടിയാണിത്, ഒരെണ്ണം ഗ്രീൻ റെബിൾ, ഒരെണ്ണം തമിഴ്നാട്ടിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ദ ഫോക്സി എന്ന് പറയുന്ന ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, നമ്മൾ എടുത്താണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ അടിപൊളി വർക്ക്. ഒന്ന് നമ്മൾ ലിപ്പ് എടുത്തു, ലിപ്പ് കയറി അതിൻ്റെ ക്രാഷ് കാർഡ് എടുത്ത് മാറ്റി, എന്നാൽ ലിപ്പാക്കി. ഓക്കെ, ഫുൾ ലിപ്പാക്കി. പിന്നെ വേറെ വ്യത്യാസം വച്ചിട്ടില്ല വണ്ടിക്ക്. ചെറിയ 2 വർക്കൊക്കെ ചെയ്തു. പിന്നെ പിസലൊന്നുമില്ല, വർക്കില്ല, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇത്തിരി വണ്ടിയുടെ ലുക്കൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി. അപ്പോൾ നമുക്കത് ആ വീഡിയോയിലൊക്കെ വാങ്ങിച്ച് നമുക്ക് ലോങ് ആയി ട്രിപ്പ് എടുക്കണം. ബാക്കി 2 ട്രിപ്പിന് പോയി. ഇവനാണെങ്കിൽ ട്രിപ്പ് കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്നപ്പോഴേ അയ്യപ്പൻ്റെ ട്രിപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഗ്രീൻ ഡബിൾ, ബ്ലാക്ക് പാൻറ്റർ, പിന്നെ ബ്ലാക്ക് പാൻറ്റർ അല്ല, ബ്ലാക്ക് പെയിൻ. ഓക്കെ, അപ്പോൾ 2 പേർക്ക് ഇന്നും, 2 പേർക്ക് നാളെ, എന്നുവെച്ചാൽ ഇന്ന് 13, നാളെയാണ് മകരവിളക്ക്. അപ്പോൾ നാളെ ട്രിപ്പ് പോകുന്നത് ബ്ലാക്ക് പാൻറ്റർ. ആ സമയത്ത് ഈ 2 ചെറുക്കന്മാർ അവിടെ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ വെച്ചാൽ എല്ലാം ലൈക്ക് അടിച്ച് കൂടണം, സപ്പോർട്ടാക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമ്മളെ വീഡിയോ ഫുള്ളായിട്ടുള്ളതൊന്ന് കാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ആൾക്കാർക്കൊന്ന് കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയി പമ്പിൽ കയറാൻ പെട്രോൾ അടിക്കുക. നൈറ്റ് ആവും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പെട്രോൾ അടിക്കണം പോയി. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഈ ലെഫ്റ്റ് കാണുന്ന റോഡ് വേണം കയറിപ്പോൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫത്യാനം നേരെ മാറ്റി കയറിയിട്ടൊക്കെയാണ് നമ്മളെല്ലാം ഫത്യാനായിട്ട് കയറാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടോട്ട് വരുമ്പോൾ ഒരു കടയുണ്ട്, അവിടെ നിർത്താനാണ്. അപ്പോൾ സ്ഥലം വന്നിട്ടുണ്ടല്ലോ. ഇറങ്ങി നോക്കണം. നിന്റെ ഗത്തം എന്റെ ഗത്തം പറഞ്ഞു അയ്യപ്പത്തിന്റെ ഗത്തം നിന്റെ ഗത്തം എന്റെ ഗത്തം നിന്റെ ഗത്തം എന്റെ ഗത്തം അയ്യപ്പത്തിന്റെ ഗത്തം നിന്റെ ഗത്തന്റെ ഗത്തയ്യപ്പത്തിന്റെ സ്വാമി അപ്പോൾ വണ്ടി ചിലപ്പോൾ അയ്യപ്പത്തിന്റെ സ്വാമി നിന്റെ ഗത്തം നിന്റെ ഗത്തം സുഹൃതമേ നെരിപുലരും അറിവുയരും തിരുമറക്കൊരു അണിവളരുകൊന്നീലകത്തോ ഓങ്കാരമഹിമേ ഓങ്കാരമഹിമേ നിന്റെ ഗത്തോ എന്റെ ഗത്തോ അയ്യപ്പത്തിന്റെ ഗത്തോ നിന്റെ ഗത്തന്റെ ഗത്തയ്യപ്പത്തിന്റെ സ്വാമി കുഞ്ഞരത്തോ. ഓക്കെ മച്ചാ, അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി ആൾക്കാർക്കായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് തേങ്ങ കുടച്ച് കുറേ ഒരു വണ്ടി കയറി. അപ്പോൾ നമുക്ക് ഈ വണ്ടി അവിടെ എടുക്കാം. അത് ഭക്തിഗാനം ഇട്ടിരിക്കുകയാണ്, അയ്യപ്പൻ്റെ ഭക്തിഗാനം, സ്വന്തം അയ്യപ്പൻ്റെ. ഓക്കെ, അപ്പോൾ വണ്ടി നേരെ നമുക്ക് നീ ഇവിടുന്ന് സ്റ്റാർട്ടായി ഇറങ്ങാം. അപ്പോൾ നീ പോകുന്ന വഴി ഉള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. ഡോറൊക്കെ അടച്ച്. അപ്പോൾ നീ വെളുപ്പിനെയൊക്കെ മൊത്തമുള്ള ഡ്രൈവിങ് നാളെ രാവിലെ നമുക്ക്
ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലാക്ക് പാന്തർ നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് നമ്മൾ ട്രിപ്പാണ് വന്നിട്ട് വീട്ട ടൗണ് ഭാഗത്ത് തന്നെയുള്ള ട്രിപ്പാണ്. ഓക്കെ, അപ്പോൾ നാളെ അല്ലേ ഇന്ന് രാവിലെ നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു അറിഞ്ഞാൽ പെരുന്നാൾ ടൗൺ എന്താ പറയാനേ മറ്റേ ഇതുപോലെ ഭരണം കൊണ്ടുവന്നെ കുറച്ചൊക്കെ അപ്പുറത്തോട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു ഉച്ചയ്ക്ക് ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇറങ്ങിയാൽ നമുക്ക് നാളെ എല്ലാം പറ്റും. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ നമുക്ക് എന്തായാലും എല്ലാം തിരുവനന്തപുരത്തുള്ള വണ്ടികളിൽ കൊടുത്ത് നമ്മുടെ ആൾക്കാരും കയറും വലിയ ബ്ലോക്ക് കാണത്തില്ലായിരിക്കും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ദർശിക്കാൻ തിരുസന്നിധിയിൽ എത്തുന്നു. ശങ്കരസുതനെ അയ്യപ്പ സങ്കട ദുരിതം തീർത്തിടണേ. തിരുമുഖമൊന്നു ദർശിക്കാൻ തിരുസന്നിധിയിൽ എത്തുന്നു. കലിയുഗ വരദ കരുണ ചൊരിയണേ കരുണാമയനേ അയ്യപ്പ. കലിയുഗ വരദ കരുണ ചൊരിയണേ കരുണാമയനേ അയ്യപ്പ. കരുണാമയനേ അയ്യപ്പ. പന്തള മന്നന് കിട്ടിയ മുത്തല്ലേ പുളിനക്കരയിലെ നിധിയല്ലേ. പറയാനുള്ളത് പലതെല്ലാം മനസ്സിലൊതുക്കി അയ്യപ്പ. തിരുവാഭരണം ചാർത്തുമ്പോൾ തിരുമുൻപിൽ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ പമ്പയിലോട്ട് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് കറങ്ങി വളരെ കഴിയുമ്പോൾ റൈറ്റ് റോഡാണ്, മൺ റോഡാണ്. നമുക്ക് അതിലേക്ക് എടുക്കാം. നമ്മൾ 2 വണ്ടി ഫ്രണ്ടിൽ പെട്ടിട്ടുണ്ട്. അവിടെ ക്യൂ ആണ്, നല്ല ലൈനാണ് അവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ തുണി അരച്ച് വണ്ടി നീട്ടായിക്കോട്ടെ കുഴപ്പമില്ല. വണ്ടി കയറുമായിട്ട് കയറുമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. അപ്പോൾ നല്ല എങ്ങനെയും വണ്ടി കയറ്റി അങ്ങ് പക്ഷേ അതിൽ നമ്മളപ്പോൾ റോഡ് ഏരി കയറിപ്പോൾ ബ്ലോക്ക് ആവും ചെയ്യും. ഓക്കെ, വേണ്ടല്ലോ. ഓക്കെ, ഓഫ് റോഡ് പിടിച്ച് കയറിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ കയറുന്ന വഴിയൊക്കെ നമുക്ക് കുറച്ച് കാറ്റ് കാണിച്ച് പിന്നെ ഇന്ത്യ അവിടെ ചെന്നിട്ട്. ഓക്കെ,
ഓക്കെ വെച്ചാൽ നമ്മൾ ഓഫ് റോഡ് ആ വഴി വണ്ടി കയറാത്തതാണ് വണ്ടിയിലാരും നമ്മൾ അങ്ങനെ വരത്തില്ല അയ്യപ്പന്മാരുടെ വണ്ടി അങ്ങോട്ട് വരത്തില്ലായിരിക്കും അപ്പം അപ്പോൾ നേരെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ തിരിച്ച് ഇറങ്ങണ്ട മഴകളൊക്കെ നമ്മൾ തിരിച്ചിറങ്ങുക ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ട അവിടെയാണ് പാർക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ല ഇറങ്ങി